ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിലായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് അയച്ചു തരുന്നുണ്ട് സാരീസ്. ഒരുപാട് പേര് അതിൻ്റെ എൻക്വയറീസ് ഒക്കെ ചോദിച്ച് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് അയച്ചു തരുന്ന ഒരു ഓർഡറിൽ റാൻഡമായിട്ട് സാരീസ് പിക്ക് ചെയ്ത് ഒരു 3-4 സാരീസ് ഒക്കെ ഒരു വീഡിയോയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ മാക്സിമം മന്ത്ലി ഒരു ട്വൈസ് ഓർ ത്രൈസ് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് സാരീസിൻ്റെ കളക്ഷൻ നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബാഗൽപൂർ സിൽക്കിൽ വരുന്നൊരു സാരിയാണ്. ബാഗൽപൂർ സിൽക്കിൽ ഒരു ക്രീം ഷെയ്ഡിൽ, ഓഫ് വൈറ്റ് അല്ല, ഓഫ് വൈറ്റിനേക്കാൾ കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണിത്. ഇതിനകത്ത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും അതുപോലെ ഒരു ബ്ലാക്കും റെഡും കൂടെ വരുന്നൊരു മൾട്ടി കളർ ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ ആണെങ്കിലും ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷെയ്ഡ്സും, എല്ലാ ഫ്ലവേഴ്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും ഒക്കെ സിംഗിൾ കളറിലല്ലാതെ ആ ഒരു കളറിൻ്റെ മിക്സ് വരുന്ന രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് സാറ്റൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് എല്ലാ ഫ്ലവേഴ്സ് ആണെങ്കിലും അതുപോലെ ലീവ്സ് ആണെങ്കിലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയ ഫ്ലവേഴ്സിന് ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു ബീഡ് ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ, കൈപ്പത്തിയേക്കാളും വലുപ്പത്തിൽ വരുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണിത്. പല്ലുവിൻ്റെ ഫുൾ എൻഡിൽ നോക്കിയാൽ ഈ സൈസിലുള്ള 2 ഫ്ലവേഴ്സും സെൻട്രൽ പോർഷനിൽ ഒരു ചെറിയ ഫ്ലവറും വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ, ഇതിൻ്റെ പല്ലു പോർഷനിൽ വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലൊരു ചെറിയ ഡിസൈൻ, അതായത് നമ്മൾ പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. 2 ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു ചെറിയ ബഞ്ചും ഒക്കെ വരുന്നൊരു പാറ്റേണിൽ ഒരു ചെറിയ ഫ്ലവർ ഡിസൈനും. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പല്ലു പോർഷനിൽ ജസ്റ്റ് ഷോൾഡറിൽ വരുമായിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് ഷോൾഡറിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പക്ഷേ നമുക്ക് ആ തിരിച്ച് വരുന്ന ആ പാറ്റേൺ, അതായത് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡയറക്ഷനിലാണ് ഡിസൈൻ വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ഡിസൈൻ വരുന്ന പോലെ വരും. എന്നാലേ പല്ലുവിൻ്റെ ലെങ്ത് വെച്ച്, അല്ലെങ്കിൽ അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഹൈറ്റ് അനുസരിച്ച് ചിലപ്പോൾ അത് പുറകോട്ട് പോകാനും സാധ്യതയുണ്ട്. ആ ഒരു പാറ്റേണിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ എക്സാക്ട്ലി ഇങ്ങനെയായിരിക്കും ഡിസൈൻ വരുന്നത്. 3 വലിയ ഡിസൈൻസിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല വലിയ ഡിസൈൻ തന്നെയാണ്. ചെസ്റ്റ് പോർഷൻ മാത്രമല്ല, ചെസ്റ്റ് പോർഷനിൽ ഒരു വലിയ ഫ്ലവർ വരും. താഴോട്ട് വരുന്നത് പോലെ 3 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സ് മുകളിലോട്ട് വരുന്ന ഭാഗം, റൈറ്റിലൊക്കെ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് മുകളിലോട്ട് വരുന്ന ഭാഗം തൊട്ട് വരുന്നത് പോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. ഒരേ സൈസിൽ വരുന്ന അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രീം കളറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനായിട്ടും പറ്റും. അതുപോലെ ഇത് ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ ആ സെയിം സൈസിലുള്ള ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലാണ് റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സാരിയിൽ ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ നോർമലി എല്ലാ സാരീസിലും അങ്ങനെ ഫോൾ അറ്റാച്ച് ചെയ്തല്ല കൊടുക്കുന്നത്. ഇത് സബ്സ്ക്രൈബർ കളക്ഷനിൽ തന്നയാൾ ഓൾറെഡി ഫോൾ അറ്റാച്ച് ചെയ്താണ് തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഫോൾ അറ്റാച്ച് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ടാണ്. നമ്മൾ ബ്ലൗസും ഫ്ലോളും ഒക്കെ അഡീഷണൽ ആയിട്ടാണ് നമ്മൾ സാരിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഫോൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2895 ആണ്, 2895 rupees. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രേ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ കച്ച് വർക്ക് വന്നിരിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ പിങ്ക് കോമ്പിനേഷനുള്ള ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ സ്റ്റാർച്ച് ഇല്ലാത്ത പോലത്തെ ഫ്ലോയി ആയിട്ട് വരുന്ന കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആണ്. ഭയങ്കര ഒരു സോഫ്റ്റ്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമ്മുടെ നോർമൽ കോട്ടൺ ചെക്കോട്ടയുടെ സ്റ്റിഫ്നെസ് ഒന്നും ഇല്ലാതെ അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, തിക്നെസ് കുറഞ്ഞൊരു ഫാബ്രിക് ആണ് വരുന്നത്. കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷേ നമ്മൾ നോർമൽ കോട്ടൺ ചെക്കോട്ട പോലത്തെ ആ ഒരു മെറ്റീരിയലല്ല. ഇതിനകത്ത് ആ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനിൽ സിംഗിൾ കളറിൽ കച്ച് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഫിനിഷ് ലുക്കും ഉണ്ട്. നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വന്ന ഡിസൈനാണ് നമ്മളിപ്പോൾ കണ്ടത്. പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ഇതുപോലത്തെ 3 ഡിസൈൻസാണ് വരുന്നത്. സെയിം സൈസിൽ വരുന്ന പോലത്തെ 3 ഡിസൈൻസ് ഇതിൽ നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന ആ ഒരു ഫ്ലീറ്റ് ചെയ്ത് ഭാഗത്ത്, പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇതുപോലെയുണ്ട്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞത് ഇതുപോലെ നല്ല ഫ്ലോയി ആയിട്ട് മൽക്കോട്ടൺ സാരിയുടെയൊക്കെ വരുന്ന പോലെ അത്രയും ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. തീരെ ലൈറ്റ് ആയിട്ടുള്ള
ഫാബ്രിക് ആണ് വരുന്നത്. ട്രാൻസ്പെറൻസി ഒന്നും ഭയങ്കരമായിട്ട് വരത്തില്ല. എൻ്റെ കൈ വെച്ചിരിക്കുന്ന നമുക്ക് സിംഗിൾ ലെയറിൻ്റെ അടിയില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ട്രാൻസ്പെറൻസി ഇത്രേ വരത്തുള്ളൂ. കളർ ഡാർക്ക് ആയതുകൊണ്ടും അധികം ട്രാൻസ്പെറൻസി ഒന്നും വരത്തില്ല. എന്നാലും നല്ല ഫ്ലോയി ആയിട്ടുള്ള നല്ല മയമുള്ള പോലത്തെ ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെ 5 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലതാനും, എന്നാൽ നല്ല പ്ലസൻ്റ് ആയിട്ടൊരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് എല്ലാ ഒരു ഒക്കേഷൻ ഡെയിലി വെയർ ആയിട്ടും അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനും ഒക്കെ ഉടുക്കാവുന്ന പോലത്തെ ഒരു നമ്മുടെ ട്രഡീഷണൽ കച്ച് വർക്ക് ഡിസൈനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പിങ്ക് കളർ ബ്ലൗസോ അല്ലെങ്കിൽ ബോഡി കളർ ആയിട്ടുള്ള ഗ്രേ കളർ ബ്ലൗസോ പെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പം റൈറ്റ് ലെഗ് പോർഷനിൽ ഈ സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ സെയിം സൈസിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. റൈറ്റ് ലെഗ് പോർഷനിൽ നിന്ന് ഫ്ലീറ്റ്സിലോട്ട് വരുന്നത് പോലെ ഇങ്ങനെ ഒരു 5 ചെറിയ സ്ക്വയർ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ സാരിയിൽ ടോട്ടലായിട്ട് ഡിസൈൻസ് വരുന്നത്. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു ഫിനിഷ്, നല്ലൊരു ഭംഗിയുള്ള ഒരു സിമ്പിൾ ലുക്കായിട്ട് തോന്നുന്ന പോലത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 2995 ആണ്. 2995 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ക്രിസ്മസ് കളക്ഷനിലോട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മെറൂണിഷ് റെഡ് കളറിൽ ഫുൾക്കാരി മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇപ്പം ഒരുപാട് ഈ ഒരു എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ട്രൈ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. ഫുൾക്കാരിയിൽ ഓൾറെഡി സെൽഫ് എംബ്രോയിഡറി ചെയ്ത മെറ്റീരിയലാണ് ഫുൾക്കാരി എന്ന് പറയുന്നത്. ഇതുപോലത്തെ സെൽഫായിട്ടുള്ള ഈ ഒരു ഫ്ലവർ പാറ്റേൺ എംബ്രോയിഡറി ഉള്ളൊരു ഫാബ്രിക് ആണ്. കോട്ട ഫാബ്രിക് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സിൽക്കി കോട്ട, നമ്മുടെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് അല്ല, ഒരു ടൈപ്പ് കോട്ട ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ സെൽഫ് എംബ്രോയിഡറി വരുന്ന ഈ ഒരു പാറ്റേൺ ഫുൾക്കാരി മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ ചെയ്തിപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് കളക്ഷനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ്. അതിനകത്ത് പല്ലു പോർഷനിൽ ഇതുപോലെ എൻഡിൽ ടാസിൽസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ അത് ചെയ്തിരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോർഡർ പോർഷനിലൂടെ ഇങ്ങനെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഒരു ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണ്. ഫുൾ ബോർഡറിൽ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീനിൻ്റെയും ആ ഒരു യെല്ലോയുടെയും കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഗ്രീൻ പാറ്റേൺ. അതിൻ്റെ ഇടയ്ക്കൂടെ ലേസി ഡേസി ആയിട്ടുള്ള യെല്ലോ കളറിലെ സ്റ്റിച്ചസ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ ഈ ഒരു നമ്മുടെ മെയിൻ ബോർഡർ സൈഡ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോർഡറിലും ഇങ്ങനെ ഫ്ലീറ്റ്സിൻ്റെ അവിടെയെല്ലാം ഈ ഡിസൈൻ വരുന്നത് പോലെ വേണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു വൺ സൈഡ് ബോർഡർ ഫുൾ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് പോലെ നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന എല്ലാ ഭാഗത്തും ലാസ്റ്റത്തെ ഇത്രയും ഭാഗം മാത്രം സ്കിപ്പ് ചെയ്ത്, അത് നമ്മൾ കുത്തുന്ന ഭാഗമാണ് വരുന്നത്, ഇത്രയും ഭാഗം മാത്രം സ്കിപ്പ് ചെയ്ത് ബാക്കി ഫുൾ ബോർഡറിലും വൺ സൈഡ് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ വരുന്ന ഭാഗത്തും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന ഭാഗത്ത് ഇതുപോലെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നിടത്ത് ഉള്ളിലും ആ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഇത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്, ബോർഡർ ഡിസൈനാണ്. ജസ്റ്റ് ഫ്ലൈ സ്റ്റിച്ചും അതുപോലെ ലേസി ഡേസി സ്റ്റിച്ചും ഉള്ളൂ. പക്ഷേ ഇത് ഫുൾ ബോർഡറിലും ഫുൾ റണ്ണിങ് ആയിട്ട് ഇതുപോലെ ഈ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും ബോർഡറിൽ കൂടി ഈ ഡിസൈനുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1395 rupees ആണ്. 1395 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബേബി പിങ്ക് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു പീകോക്ക് ഡിസൈൻ വന്നിരിക്കുന്നതാണ്. ഇത് പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഈ ഒരു പീകോക്ക് ബ്ലൂ കളറിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പീകോക്ക് ഡിസൈനാണ്. ഇതിനകത്ത് റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ ഹെയറിംഗ് ബോൺ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു യെല്ലോയിഷ് ഗോൾഡ് ഷെയ്ഡ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫെതേഴ്സിനിടയ്ക്കൂടെയൊക്കെ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കണ്ണിൻ്റെ പോർഷനും ബീക്കും ഒക്കെ മാത്രം വേറെ കളേഴ്സ് തൊട്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു പീകോക്ക് ഗ്രീൻ കളറിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ്, എന്നാൽ നല്ല വലിയ സൈസിൽ തന്നെയാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സാരിയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണിത്. പല്ലുവിൻ്റെ ഉള്ളിലെ എൻഡിൽ ഇതിന് തന്നെ ചെറിയ സൈസിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈൻ തന്നെ ഇച്ചിരി സൈസ് ചെറുതാക്കി കൊടുത്തിരിക്കുന്ന പോലെയാണ് സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉള്ളിൽ വരുന്ന എൻഡിൽ സെയിം സൈസിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്.
റണ്ണിങ് പോർഷനിൽ വരുമ്പം ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ പല്ലുവിൽ കണ്ട അത്രയും വലുപ്പമില്ല, എന്നാൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വരുന്നത് പോലെ ആ ഒരു പീകോക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് നെക്സ്റ്റ് ഡിസൈൻസ് ഒക്കെ വരുന്നത്. ചെസ്റ്റ് പോർഷനിലാണെങ്കിൽ റണ്ണിങ് പോർഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടപ്പോൾ ആ ഡിസൈൻ, ആ ഒരു പീകോക്ക് ഡിസൈൻ ആ ബോർഡറിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആ ബോർഡറിൻ്റെ അവിടെ നിന്ന് ആ ഒരു ഇത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ നമുക്ക് ചെസ്റ്റ് പോർഷൻ എന്ന് മാത്രം എന്ന് പറയാൻ പറ്റില്ല, ചെസ്റ്റ് പോർഷൻ തൊട്ട് ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഡിസൈൻ ചെസ്റ്റ് പോർഷനിൽ തുടങ്ങി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചൂടെ താഴോട്ട് വന്ന ഡിസൈൻ വരും. ഇങ്ങനെ 4 ഡിസൈൻ ഇതിൻ്റെ സാരിയുടെ ഒരു ഹാഫ് പോർഷൻ വരെ വരുന്നത് പോലെ, അതായത് ഫ്ലീറ്റ്സിൽ നിന്ന് മുകളിലോട്ട് വരുന്ന ഭാഗം വരെയും വരുന്നത് പോലെ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന 4 ഡിസൈൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറും അതുപോലെ ബേബി പിങ്ക് കൂടെ ഉള്ളതൊരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ എപ്പോഴും നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ആ ഒരു ബ്ലൂവിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. നമ്മൾ ഈ നോർമലി എപ്പോഴും കാണുന്ന ആ ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ അല്ല, കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂയിഷ് ഗ്രീൻ കോമ്പിനേഷനാണ് ആ പിങ്കിൽ വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ വീണ്ടും ഒരു പീകോക്ക് ഡിസൈൻ ഉണ്ട്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ വരുന്ന ഡിസൈൻസ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2175 ആണ്. 2175 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.